ദുനിയാവിന്റെ ഇച്ഛകൾ, ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ മാത്രം നമ്മൾ തേടി നടക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വലിയ വലിയ ചതികളിൽ പെടുന്നതും നമ്മുടെ ചിന്തകൾ മാറുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ മൈൻഡുകളൊക്കെ മാറപ്പെടുന്നതും. ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതൊരു ചതിക്കുന്ന ചരക്കാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു ചതിക്കുന്ന ചരക്കാണ്. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈ ദുനിയാവിന്റെ ചതി നമ്മുടെ മുമ്പിലെത്താം. സമ്പത്ത് എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ടെങ്കിലും ആ സമ്പത്തിന് ആർക്കെങ്കിലും ആർത്തിയുണ്ടെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട് അവന്റെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ ദുനിയാവിന്റെ കൂടെ കടന്നു പോയാൽ ഈ ദുനിയാവ് നമ്മളെ ചതിക്കും. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക്, റബ്ബിലേക്കുള്ള ചിന്ത നമ്മൾ കൊണ്ടുവന്നാൽ ഈ ദുനിയാവിന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കൂടെ പോരും. ദുനിയാവ് നമ്മളെ ചതിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഈ ദുനിയാവിന്റെ കൂടെ നിന്ന് നമ്മൾ മാറി നിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ചിന്തയും ബോധവും അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഓരോ അവയവങ്ങളും ഉപയോഗിക്കേണ്ടത്. നമ്മുടെ നാക്കിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും, കൈയും കാലും നമ്മുടെ ചിന്തയും ഒക്കെ അത് അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കാനും അല്ലാഹുവിനെ കുറിച്ച് കേൾക്കാനും അല്ലാഹുവിനെ കുറിച്ച് പറയാനും റബ്ബിലേക്കുള്ള ചിന്ത തന്റെ ഹൃദയത്തിലോട് ചേർന്ന് വെക്കാനുമായിരിക്കണം നമ്മുടെ ഓരോരുത്തരും ചിന്തയും കടന്നു പോകേണ്ടത്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് അതിന്റെ തൗഫീഖ് നൽകണേ റഹ്മാനെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാക്ക് ഇത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, തസ്ബീഹ് ചൊല്ലാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റുള്ളവർക്ക് നന്മയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാക്കിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് എത്തിക്കുന്ന രണ്ട് അവയവങ്ങളെ കുറിച്ചിട്ട് അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, അവന്റെ നാവും അവന്റെ ഗുഹ്യസ്ഥാനവുമാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ട് അവയവങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലവണ്ണം ഈ രണ്ട് അവയവങ്ങളെയും സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹാഫിദ് ഇബ്നു സൗരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, അതാ മഹാനവറുകൾ പറയുകയാണ്, മഹാനായ ഹാഫിദ് ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റുബ്ബ കരിമത്തിൻ. അല്ലാഹുവേ, മഹാനവറുകൾ പറയുന്ന നിസാരമായി പറയുന്ന ചില വാക്കുകളുണ്ട് ചില ആളുകള്. അതാ മഹാനവറുകൾ വീണ്ടും പറയുകയാണ്, ജറാബിഹൽ ലിസാൻ. അവന്റെ നാവിലൂടെ ആ വാക്കിങ്ങനെ പുറത്തേക്ക് വരുമ്പോ ഹലക ബിഹൽ ഇൻസാൻ. ആ വാക്കിലൂടെ മനുഷ്യൻ ഇങ്ങനെ നശിച്ചു പോവുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ നശിച്ചു പോവുകയാണ്. ആ വാക്കിന് അവൻ വല്ലാത്ത നിസ്സാരമായിട്ടാ കാണുന്നത്. അത് ഐബത്താകാം, നമീമത്താകാം, മറ്റുള്ളവരെ തെറി പറയലാകാം. പടച്ചവനെ, ചില ആളുകളൊക്കെ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കളൊക്കെ വിളിക്കുന്നത് തന്നെ വല്ലാത്ത ഓരോ തെറി വാക്കുകളാണല്ലോ, മോശപ്പെട്ട വാക്കുകളാണല്ലോ. പടച്ചവനെ, നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത സങ്കടം തോന്നുന്ന വാക്കുകൾ വിളിച്ചിട്ടാണ് ഇന്ന് പല ആളുകളും സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈമാനുള്ളൊരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ നാക്കിലൂടെ അങ്ങനത്തെ ഒരു വാക്ക് തന്നെ കടന്നു വരില്ല. അങ്ങനത്തെ ഒരു ദുഷിച്ച വാക്ക് ഈമാനുള്ളൊരു മനുഷ്യന്റെ നാക്കില് ഒരിക്കലും തന്നെ കടന്നു വരില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ പുന്നാർ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ യുൽഖീലഹാ ബാലൻ. ആരാ പറയുന്ന വാക്ക്, ചില ആളുകൾ പറയുന്ന വാക്കുണ്ടല്ലോ, അതിന്റെ ഗൗരവം പോലും അവന് മനസ്സിലാക്കുന്നില്ല. പറയുന്ന വാക്കിന്റെ പടച്ചവനെ ഗൗരവം പോലും അവരെ എടുത്തിട്ടില്ല, മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് അവിടുന്ന് മോശപ്പെട്ട വാക്കുകൾ ഇങ്ങനെ മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ചീത്ത വാക്കുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹു പെടുത്തിയത് ഫുസൂഖുൻ, തമ്മാടിയിലാണ്, ഫാസിക്കായ വിഭാഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, എന്തെങ്കിലും പറയുമ്പോൾ വാക്കിനകത്ത് തെറിവാക്കുകൾ കടന്നു വരികയാണ്. തെറിവാക്കുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ തെറിവാക്കുകൾ വരുമ്പോ പടച്ചവനെ, അത് കേൾക്കുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകാറില്ലേ? നമുക്ക് സങ്കടം വരാറില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, മോനെ, മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് നീ നടക്കുമ്പോ, മുസ്ലിമിന്റെ മകനായി നീ ജനിച്ചു നടക്കുമ്പോ, പടച്ചവനെ, അങ്ങനത്തെ വാക്കുകൾ നിന്റെ നാക്കിലൂടെ വരുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ, നിന്റെ ജീവിതത്തിൽ നീ ഫാസിക്കാനടാ, തമ്മാടിയാണ്. റസൂലുള്ള തമ്മാടി എന്ന് പറഞ്ഞതിൽ നമ്മൾ പെട്ടാൽ എവിടെയാണ് സ്വർഗമുള്ളത്? നമ്മൾ നിസ്കരിച്ച നിസ്കാരം എവിടെയാണ്? നമ്മൾ നോമ്പെടുക്കുന്ന നോമ്പുകൾ എവിടെയാണ്? നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എവിടെയാണ്? പടച്ചവനെ, ഒരാളെയും മോശപ്പെട്ട തെറിവാക്കുകൾ വിളിച്ചിട്ട് അഭിസംബോധനം ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഈ ബത്ത് പറയുന്നവരൊന്ന് മനസ്സിലാക്ക്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരൊന്ന് മനസ്സിലാക്കോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഹലക ബിഹൽ ഇൻസാൻ. ആ വാക്കിലൂടെ മനുഷ്യരിങ്ങനെ നശിക്കുകയാണ്. ദുനിയാവും ആഖിറവും നശിച്ചവരായി മാറുമെന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ചിന്ത മാറ്റണം, സംസാരം മാറ്റണം. ചെയ്തു കൂട്ടിയ അമലുകളുണ്ടല്ലോ, നമസ്കാരമുണ്ടല്ലോ, സക്കാത്തുണ്ടല്ലോ, നോമ്പുകളുണ്ടല്ലോ, ഓരോ ദാനധർമ്മങ്ങളും ചെയ്തു കൂട്ടിയ മറ്റു അമലുകള് എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് നമ്മൾ മാറുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് നമ്മൾ മാറുകയാണ്. അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ്. എങ്ങനെ എത്തപ്പെടുന്നത്? നമ്മൾ തെറിവാക്കുകൾ പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ അവരെ കുറിച്ച് പറയും. ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനില്ലാത്ത ആളുകളാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെടും. എന്തേ ചെയ്തിട്ടുള്ളൂ? നമ്മൾ വാക്കല്ല, അതെന്താ അങ്ങനെ വാക്കല്ല വിളിക്കുന്നത്, അത് ജീവിയുടെ പേരല്ലേ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ റസൂലുള്ളാഹി മഹാനായ ഹാഫിദ് ഇബ്നു ജൗസി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഹലക ബിഹൽ ഇൻസാൻ, മനുഷ്യൻ അതുകൊണ്ട് അങ്ങനെ നശിച്ചു പോവുകയാണ്. അവനക്ക് സ്വർഗ്ഗമുണ്ട്, പിന്നെ നരകത്തിന്റെ അടിത്തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വലിയ വലിയ തീജ്വാലകൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വിളിക്കുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ സങ്കടം തോന്നാറുണ്ട്. വളരെ തെറിവാക്കുകളൊക്കെ വിളിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിസംബോധന ചെയ്ത് പറയാൻ പറ്റുക. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അല്ലാഹു ബോധം നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ,